പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റെയ്ഡുകൾ കേരളത്തിൽ തന്നെ ആയിരുന്നു. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ED ഇന്ന് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ED ഇവർ ഒരു തട്ടിപ്പിൽ അന്വേഷണം നടക്കെ ഈ തട്ടിപ്പുകാർ തന്നെ വേറൊരു സംസ്ഥാനത്ത് ചെന്ന് വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇതേ തട്ടിപ്പ് തുടരാൻ ശ്രമിച്ചത് അതീവ ഗൗരവത്തോടു കൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ആളുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതല്ലാത്തവരുമുണ്ട്. ഒരുപാട് ലീഡേഴ്സിൻ്റെ വീട്ടിൽ, ശ്രീനാ പ്രതാപിൻ്റെയും വീട്ടിൽ ഉൾപ്പെടെ ഒരേ സമയത്ത് ഇന്ന് റെയ്ഡ് നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഫർദർ നടപടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൊള്ളുന്നുണ്ടോ എന്നറിയില്ല. അതീവ രഹസ്യമായിട്ടാണ് ED ഈ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത്. ഒരു ലോക്കൽ പോലീസിനെയോ ഒന്നും തന്നെ മീഡിയാസിനെയോ ഒന്നും അറിയിച്ചിരുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് EDയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി രഹസ്യമായിട്ട് നടക്കുന്ന ഓപ്പറേഷനാണ്, അതുകൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്നാണ്. അത് ഏതെങ്കിലും വിധത്തിൽ പ്രതികളെ സഹായിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കും ED അങ്ങനെ പറഞ്ഞത്. എന്തായാലും രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ രാജ്യവ്യാപകമായിട്ട് ED റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഫിജീഷ് കുമാറിൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു, ശ്രീനാ പ്രതാപിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, കോഴിക്കോട് അമ്പിളി എബ്രഹാമിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, കൃത്യമായിട്ടൊരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പലരുടെയും പേര് പറയാത്തത്. ഒരുപാട് ഹൈറിച്ച് ലീഡേഴ്സിൻ്റെ വീട്ടിൽ ഇന്ന് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് അന്വേഷണം മന്ദഗതിയിലായിരുന്നെങ്കിലും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോടുകൂടിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ വേഗത്തിൽ വീണ്ടും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പിന്നാലെയുണ്ട്. വളരെയധികം സന്തോഷം. രാജ്യത്തെ അന്വേഷണ ഏജൻസി ഇതേപോലുള്ള തട്ടിപ്പുകാരുടെ പിന്നിലുണ്ട് എന്നറിയുന്നതിൽ, ഈ മണി ചെയിൻ തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരും അഴിക്കുള്ളിലാകുന്നത് വരെ ഈ അന്വേഷണം തുടരട്ടെ എന്നാഗ്രഹിക്കുകയാണ്.